ലിസ്റ്റ് വിസ്മയാവഹമായിട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ജീംസ്. പക്ഷേ തെറ്റില്ലാത്തൊരു ലിസ്റ്റ്. കാരണം നമുക്ക് മുൻവിധിയുടെ ആവശ്യമില്ല. കാര്യത്തിൻ്റെ അകത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ അധികം മന്ത്രിമാരും ആദ്യമായിട്ട് ഭരണരംഗത്തേക്ക് വരികയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ മുൻവിധിയോട് കാണണമെന്നില്ല. കാര്യം അവരെ സംബന്ധിച്ചുള്ള അവർ പ്രവർത്തിക്കുകയും അവർ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷ തന്നെ നമ്മൾ നിൽക്കണം. കാര്യം അങ്ങനെയാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടതും അവരുടെ പുറത്ത് ഉത്തരവാദിത്തങ്ങളും. ഇതിൽ വലിയ തർക്കങ്ങളില്ലാതെ ഈ മന്ത്രിസഭാ രൂപീകരണം നടന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ്. അവർക്ക് അഭിപ്രായ അസ്വാരസ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് തുറന്നു പറയാൻ മുഖ്യമന്ത്രി ഡെസിഗ്നേറ്റഡ് മുഖ്യമന്ത്രി കാണിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം പറഞ്ഞത് പല പരിഗണനകളുണ്ടായിരുന്നു. നേരത്തെ അജീം സൂചിച്ച പോലെ പല പരിഗണനകളുണ്ടായിരുന്നു. അതിന് പുറത്ത് കഴിവുള്ള പല ആൾക്കാരും പുറത്തുണ്ട്. ഒക്കെ സ്വാഭാവികമായിട്ടും ഒരു 63 MLA-മാരുണ്ട്. ഇത്രയും ഒരു 102 അവരുടെ സംഖ്യ. അപ്പോൾ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഭരണനിർവഹണം എന്ന് പറയുന്നതിന് തുടങ്ങാൻ പോകുന്നുള്ളൂ. അതിൻ്റെ അകത്താണ് പ്രശ്നങ്ങൾ. ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യം. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ കൂടെ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് മാത്രമല്ല അത് ശരിയായ ഒരു രീതി. ഇപ്പോൾ നമുക്കറിയാം അതിൽ ഒരു തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് രമേശ് ചെന്നിത്തലയ്ക്ക് നിൽക്കപ്പെട്ടത്. ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പും നമുക്കറിയാം. അതിൽ കാരണം എന്ന് പറയാൻ കാരണം അദ്ദേഹം പരിചയസമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം നന്നായിട്ട് ആ വകുപ്പ് നടത്തുമെന്നറിയാം. അദ്ദേഹത്തിന് മുമ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ സമയത്ത് അങ്ങനെ പഴി നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ നമുക്കറിയുന്നൊരു കാര്യത്തിന് കഴിഞ്ഞ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ നിഷേധിച്ചാലും എന്തൊക്കെ തന്നെ വെള്ള പൂശിയാലും ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയൊരു ക്ഷീണം സംഭവിച്ചാണ് പോലീസ് വകുപ്പിലെ പ്രവർത്തനം, ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനം. അതിൽ കസ്റ്റഡി മരണം ഉൾപ്പെടെ ഗൺമാൻ നടത്തിയ പൂന്യാവസ്ഥ. അത് കേരളത്തിലെ ഒരു കേസ് നേതാവിന് തലക്കല്ലാട്ട് അടിച്ചത്, കേരള പൗരസമൂഹം തലക്കാണ് അടിച്ചത്. അതുപോലെ പല അനിഷ്ട സംഭവങ്ങളും ആഭ്യന്തര വകുപ്പിൻ്റെ അകത്തുണ്ടായി. അതുപോലെ നമുക്കറിയാം, ഞാൻ ഓരോ ഇൻസ്റ്റൻസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആഭ്യന്തര വകുപ്പ് വളരെ ക്രിട്ടിക്കലാണ്. അതിലെന്ത് തരത്തിലുള്ള ഉള്ളടക്കപരമായ മാറ്റം വരുത്താനാണ് പോകുന്നുള്ളത് നമ്മളെല്ലാവരും സൂക്ഷിച്ച് നോക്കുന്ന കാര്യമാണ്. കാര്യം അതിൻ്റെ അകത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് ആണ് ഒരുപക്ഷെ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ രമേശ് ചെന്നിത്തല വലിയ ഉത്തരവാദിത്തം വഹിക്കേണ്ട ഒരു കാര്യം. ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കുലങ്കഷമായിട്ട് സൂക്ഷ്മമായിട്ടും പൊതുസമൂഹവും പൗരസമൂഹവും നോക്കാൻ പോകുന്നതാണ്. വി.ഡി. സതീശൻ ഒരു നല്ല കാര്യം ചെയ്യുന്നത്. അദ്ദേഹം ഈ മന്ത്രിസഭ രൂപീകരണം നമ്മൾ വേറെയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മെച്ചതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അദ്ദേഹം ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ ടീമല്ല, ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യം കെ.സി. വേണുഗോപാലിൻ്റെ ബന്ധപ്പെട്ടവരാണ് കൂടുതൽ എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട്. അതിലൊന്നും ഞാൻ അത്ര വലിയ അത് ശരിയായിരിക്കാം. പക്ഷേ കെ.സി. വേണുഗോപാലിൻ്റെ ആൾക്കാരാണ് ഒരു മോശക്കാരാവണമെന്നും നമ്മൾ പറയാം. ഇപ്പോൾ O.J. ജനീഷ് എന്ന് പറഞ്ഞ പുതിയൊരു ആളെത്തിയിട്ടുണ്ട്. അദ്ദേഹം നന്നായി പ്രവർത്തിച്ചാൽ ആൾ ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. അതൊക്കെ വേറൊരു കാര്യം. അതൊക്കെ മുൻവിധിയോട് സമീപിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. അത് വളരെ നല്ല അന്തസ്സുള്ള തീരുമാനമാണ്. അതിൽ വീണ്ടും അദ്ദേഹം ഒരു പടി മറ്റുള്ളവരെക്കാളും മുകളിൽ കയറി. അതായത് ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട്. എന്തുകൊണ്ടത് പ്രധാനപ്പെട്ട വകുപ്പ് എന്തുകൊണ്ടാവുന്നു? ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് മാത്രമല്ല നിയമവകുപ്പും അതിൽ ധനകാര്യ വകുപ്പിനെക്കുറിച്ച് പൊതുവിൽ നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ധനകാര്യ സ്ഥിതിയുടെ നമുക്കറിയില്ല, ഇനി വൈറ്റ് പേപ്പർ വരേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിതിവിശേഷം വളരെ മോശമാണെന്ന് അഭിപ്രായമുണ്ട്. അല്ല എന്ന് കഴിഞ്ഞ ധനവകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി പറയുന്നുണ്ട്. നമുക്കത് അറിയേണ്ടതുണ്ട്. അതിന് നമുക്കതിൻ്റെ വസ്തുതപര സ്ഥിതി നമുക്ക് അന്വേഷിക്കാം. പക്ഷേ എങ്കിലും ഇവർക്ക് ഇന്ദിരാ ഗ്യാരണ്ടി പോലുള്ള വലിയ പദ്ധതികൾ നടപ്പാക്കാറുണ്ട്. അപ്പോൾ ആ റിസ്ക്കും ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പടങ്ങ് അദ്ദേഹം എല്ലാവരെക്കാളും വലുതായി. കാര്യം അത് അദ്ദേഹത്തിന് വ്യക്തിപരമായി നേടിക്കൊടുക്കാവുന്ന അംഗീകാരം ചില്ലറയായിരിക്കില്ല. അത് കേരള സമൂഹത്തിൽ അദ്ദേഹത്തിന് വലിയ അംഗീകാരം നേടിക്കൊടുക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു അംഗീകാരത്തെ ഇരട്ടിയാക്കും.